കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസിൽ നിന്ന് മടങ്ങവേ നികേഷുമായി സംസാരിച്ച് വീട്ടിലേക്ക് പോകുന്ന നിധി താൻ കണ്ട സ്ത്രീ നികേഷിൻ്റെ അമ്മയാണോ എന്ന സംശയത്തോടെ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. അവളുടെ ആ നോട്ടം കണ്ട് ഏട്ടത്തി എന്താ എന്നിങ്ങനെ നോക്കുന്നേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നവൻ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞേ എന്നവളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിനിമ ഏത് കാണിക്കണം എന്ന് തീരുമാനിക്കാതെ മീറ്റിംഗ് പിരിഞ്ഞു പോയി. ക്ലാസിക്കൽ കാണിക്കാം അല്ലേ ഏട്ടത്തി, അതല്ലേ നല്ലത് എന്നവൻ ചോദിക്കുമ്പോൾ അതെ എന്നും പറഞ്ഞ് നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനോടെ നടക്കാണ് നിധി. പിന്നീട് രാത്രിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് ഹരീഷിൻ്റെ കൂടെ വീട്ടിലേക്ക് വരികയാണ് സുഭാഷ്. ജോലി കഴിഞ്ഞെത്തിയ സുധീഷും ഡ്രസ്സൊക്കെ മാറി അവിടെ ഡൈനിങ് ഹാളിൽ വന്നിരുന്ന് നികേഷിൻ്റെ ബുക്കെടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന നികേഷും പരീക്ഷയില്ലേ അത് പിന്നെ ജയിക്കാടാ എന്ന് പറയുന്നത് കേട്ട് ബുക്കിലെ തുണ്ടുപേപ്പർ കണ്ട് ഇത് വെച്ചിട്ട് നീ ജയിച്ചില്ലേടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് വന്ന് ആ ബുക്ക് എടുത്ത് മടക്കി വെക്കാണ്. നന്നായിട്ട് എഴുതടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ സുഭാഷും എന്താടാ പഠിക്കാനൊന്നുമില്ലേ എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് നിധിയും വരുന്നുണ്ട്. മോളെ ജോലി എങ്ങനെയുണ്ട് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ വന്ന ഉടനെ എന്നോട് ചോദിച്ചതേ വെൽക്കം ബാനർ എവിടെയെന്നാ എന്ന് സുധീഷ് പറയുമ്പോൾ വെൽക്കം ബാനറോ എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, ജോലി കഴിഞ്ഞു വരുന്ന നിധി രാജീവ് ശങ്കറിനെ കിളിക്കൂടി വീടിൻ്റെ സ്വാഗതം എന്ന് പറഞ്ഞുള്ള വെൽക്കം ബാനർ എവിടെയെന്ന്. പിന്നെ സുഭാഷ് ഏട്ടൻ ഒരു പൂച്ചെണ്ടുമായി വീട്ടിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കുമെന്നാ വിചാരിച്ചേ, പാവം അത് കാണാത്തതിൻ്റെ വിഷമോ എന്ന് സുധീഷ് പറയുമ്പോൾ ഹലോ അധികം കളിയാക്കലൊന്നും വേണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയില്ലെന്ന് സുഭാഷ് ഏട്ടൻ അറിയാം എന്ന് നിധി പറയുമ്പോൾ ഓ കാലത്ത് പടക്കം പൊട്ടിച്ചുൾക്കാൻ ചെയ്ത സ്ഥിതിക്ക് വൈകുന്നേരം ഒരു സമാപന ചടങ്ങ് കൂടി വേണ്ടതായിരുന്നു കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ ഈ സുധീഷിനെ എനിക്ക് ജോലി കിട്ടിയതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ഏട്ടൻ വെറും ഡ്രൈവറല്ലേ അതിൻ്റെ അസൂയായിരിക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. പിന്നെ നീ വലിയ കളക്ടറല്ലേ ഒന്ന് പോടാ എന്ന് സുധീഷ് പറയുമ്പോൾ കളക്ടറല്ല മെക്കാനിക്ക്, അതും ഒരു തരത്തിൽ എഞ്ചിനീയറിംഗാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് സുഭാഷും ഒന്ന് നിർത്തടാ, ഞാൻ നിധിയോടൊരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് കേൾക്കട്ടെ. മോളെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ജോലി എന്ന് ചോദിക്കുമ്പോൾ നന്നായിരുന്നു സുഭാഷ് ഏട്ടാ, നല്ല ഓഫീസ് നല്ല ആളുകൾ എന്ന് നിധി പറയുമ്പോൾ മോള് നേരത്തെ വന്നോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. കുറച്ച് നേരെ ആയിട്ടുള്ളൂ സുഭാഷ് ഏട്ടാ എന്നവൾ പറയുമ്പോൾ ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞതാ, പറഞ്ഞാൽ കേൾക്കണ്ടേ, തനിയെ വരണം പോലും എന്ന് സുധീഷും പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് വരുന്നത് ബുദ്ധിമുട്ടല്ലേ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഓഫീസിലൊരു കുട്ടിയുണ്ട്, പകുതി വരെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടയിലാണ് ഇങ്ങോട്ട് വന്നത്, ബസ് ഇറങ്ങുമ്പോഴേക്കും നികേഷും ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ എന്ന് നിധി പറയുമ്പോൾ ഈ ലോക്കൽ ബസ്സിലൊക്കെ പോകുന്നത് ഭയങ്കര അലച്ചില്ല മോളെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കുകയും കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് സുധീഷ് പറയുമ്പോൾ അത് വേണ്ട, ഇങ്ങനെ എവിടെയും വിടാതെ അടച്ചു പൂട്ടിയിട്ടിട്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, നോ പറയേണ്ടടുത്ത് നോ പറയാനും നിർത്തേണ്ടടുത്ത് നിർത്താനും പഠിക്കണം, അതിനെല്ലാ കാര്യത്തിലും ഒരു സ്വയം പ്രാപ്തി വേണം, കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ, പിന്നെ ഞാനൊരു സ്കൂട്ടർ വാങ്ങിക്കോളാം എന്ന് നിധി പറയുമ്പോൾ അതൊക്കെ മോളുടെ ഇഷ്ടം എന്ന് അവളോടായി പറഞ്ഞുകൊണ്ട് ഹരീഷിനോടായി പോയി കുളിക്കടാ എന്നും പറഞ്ഞ് സുഭാഷും കുളിക്കാനായി പോകുന്നുണ്ട്. നികേഷ് തൻ്റെ ബുക്ക് എടുത്ത് വായിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷ് നിധിയെ എന്ന് വിളിച്ച് നിധിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൾ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നത് കണ്ട് നികേഷും അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് പഠിക്കാണ്. കണ്ടോ എന്നൊരു ചമ്മലോടെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും കണ്ടു, ചമ്മുന്നത് ശരിക്കും കണ്ടു എന്ന് നികേഷും അവനെ കളിയായിക്കൊണ്ട് പറയുന്നുണ്ട്. നിധി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. അവൾ അച്ഛനെ ഒന്ന് തുറച്ചു നോക്കുമ്പോഴേക്കും അയാളുമല്ലേ ബീഡി പുറത്തേക്ക് ചാടി ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് എന്തൊരു നാറ്റാത് എന്ന് ചോദിക്കുമ്പോൾ നാറ്റോ ബീഡിക്കുമാണോ അല്ലേ എന്നയാൾ പറയുമ്പോൾ മണമോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ, ഈ ഓട സെപ്റ്റിക് ടാങ്ക് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാ നാറ്റം, ഇത് മണോ അല്ലേ മോളെ, ഞാനേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നേ, മോൾക്ക് മനസ്സിലായോ എന്നയാൾ ചോദിക്കുമ്പോൾ എങ്ങനെ എന്നവളും ചോദിക്കുന്നുണ്ട്. അതായത് വെറും 10 രൂപ വില വരുന്ന മദ്യം 30 രൂപയ്ക്ക് സർക്കാർ വാങ്ങുന്നു, 300 രൂപയ്ക്ക് അത് വിൽക്കുമ്പോൾ അത് വാങ്ങിക്കുടിച്ച് ഞാനും സാമൂഹ്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഭാഗമായി മാറാണ് എന്നയാൾ പറയുമ്പോൾ ഓഹോ അപ്പോൾ ബീഡിയോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ വലിക്കുന്ന ഈ ബീഡി കേരളത്തിലെ ഏറ്റവും വലുതും മാതൃകാപരവുമായ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതാ, ആയിരക്കണക്കിന് ബീഡി തൊഴിലാളികളുടെ ജീവിതത്തെ അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ഞാനും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും കുറേ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നേ, നികേഷിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയുണ്ട് എന്നവൾ ചോദിക്കുമ്പോൾ അയാളും അല്പം ടെൻഷനോടെ എന്തിനായി ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ഉറക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും പതുക്കെ അകത്തെല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ
വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ എന്നയാൾ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. എന്താ പോരെ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് എന്നയാൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ എന്നവളും ചോദിക്കുന്നുണ്ട്. എവിടെയുണ്ടെന്ന് പറയാതെ ഞാൻ പിന്നെ നിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കോ? മോള് പോ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ഞാൻ ഇന്നവരെ കണ്ടു എന്ന് നിധി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അച്ഛനും അവളെ നോക്കിക്കൊണ്ട് നീ എങ്ങനെ കാണും എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടു എന്നവൾ പറയുമ്പോൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഞാൻ കണ്ടു, എനിക്കുറപ്പാ, ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, അവരെ തന്നെയാണ് ഞാൻ ഇന്ന് കണ്ടേ എന്ന് നിധി പറയുമ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും 10-12 വർഷം ഒരുമിച്ച് പണിക്ക് പോയതല്ലേ, കണ്ട ഉടനെ അങ്ങ് മനസ്സിലാവാൻ എന്നയാളും പറയുന്നുണ്ട്. ഞാൻ കണ്ടത് അവരെ തന്നെയാ, പിന്നാലെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴേക്കും കൺവേട്ടത്തുനിന്ന് അവർ മറിഞ്ഞുപോയി എന്ന് നിധി പറയുമ്പോൾ അത് ശരി, ഒരു മിന്നായം പോലെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഉറപ്പിക്കുന്നേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് നിധി പറയുമ്പോൾ അതെ, ഞാൻ ഈ ചായക്കടക്കാരൻ രാജൻ്റെ കടയിൽ നിന്ന് മഞ്ജു വാര്യരെ കണ്ടു, എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് മഞ്ജു വാര്യരാണെന്ന്, നീ വിശ്വസിക്കോ എന്നയാൾ ചോദിക്കുമ്പോൾ അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും കാലം നികേഷിനോട് സത്യം പറയാതിരുന്നേ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടമായത്, സ്കൂളിലെ കുട്ടികൾ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന പോലെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? ദിസ് ഈസ് റെഡിക്കുലസ് മോളെ, ഹൈലി റെഡിക്കുലസ് എന്ന് പറഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് അവിടെ നിന്നും പോകുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ അടുക്കളയിൽ സുഭാഷിനെ സഹായിക്കാണ് നിധി. കണ്ണും തുടച്ചുകൊണ്ട് സവാള എരിയുന്ന നിധിയെ കണ്ട് മോൾ അതവിടെ വയ്ക്ക്, ഞാൻ ചെയ്തോളാം എന്ന് സുഭാഷ് പറയുമ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ, ഇത് കഴിഞ്ഞു എന്ന് നിധിയും പറയുന്നുണ്ട്. ഓഫീസിൽ പോകാൻ ഡ്രസ്സ് മാറി വന്നിട്ട് എന്തിനാ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അഴുക്കും പൊടിയൊക്കെ ആക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ, ഓംലേറ്റ് അല്ലേ ആക്കുന്നേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്ന് നിധി ചോദിക്കുമ്പോൾ എപ്പോഴും ഓംലേറ്റ് അല്ലേ, ഇന്ന് എഗ് ബുർജി ആക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അവളും അത് സമ്മതിച്ചുകൊണ്ട് താൻ എരിഞ്ഞ സവാള അവന് കൊടുത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്ന അച്ഛനും അവളെ കണ്ട് പെട്ടെന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിവിടെ നിൽപ്പുണ്ടായിരുന്നോ, കാണുകയും ചെയ്തല്ലോ എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് അച്ഛൻ മെല്ലെ ചെന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോഴും അവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഇവളിനി ചോദിക്കുമോ, പെട്ടെന്ന് വെള്ളം കുടിച്ച് പോകുന്നതാ നല്ലത് എന്നൊക്കെ മനസ്സിലാലോചിക്കുമ്പോഴേക്കും കുടിക്കുന്ന വെള്ളം കുറച്ച് മറിയുന്നുണ്ട്. എന്താ അച്ഛാ ഇത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എന്താടാ വായിലൊഴിച്ചപ്പോൾ ചോർന്നു പോയി എന്നും പറഞ്ഞുകൊണ്ട് പാത്രം അവിടെ വെച്ച് അച്ഛൻ നടന്നു പോകുന്നുണ്ട്. നിധിയും അയാളുടെ പുറകെ ചെന്ന് അയാൾ പോകുന്നത് നോക്കി നിൽക്കെ അച്ഛനും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഇവളിതപ്പോൾ എന്നെ തന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്, വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് അവിടുന്ന് വേഗം നടന്നു പോകുന്നുണ്ട്. അച്ഛൻ്റെ ആ നോട്ടം കണ്ട് എന്തോ ഒളിക്കുന്നുണ്ട്, അതുറപ്പാ എന്ന് നിധിയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്ന് ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ട്. മോളെ ഞാൻ എടുത്തു വച്ചോളാം എന്ന് സുഭാഷ് പറയുമ്പോൾ ഇത് ഞാൻ ചെയ്തോളാം നികേഷിൻ്റെയാ എന്നും പറഞ്ഞ് നിധി അതിലേക്ക് ചോറ് വിളമ്പുന്നുണ്ട്. അച്ഛൻ അപ്പോഴേക്കും ഉമ്മത്തെ കട്ടിൽ ചെന്നിരുന്ന് ഇവൾ ഒരുങ്ങിയാണല്ലോ എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. സുഭാഷ് നികേഷിൻ്റെ ലഞ്ച് ബോക്സിൽ കറികളൊക്കെ വിളമ്പി കൊടുക്കുമ്പോഴേക്കും നിധിയും ആ ലഞ്ച് ബോക്സുമായി ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്. അവളത് നികേഷിന് കൊടുക്കുമ്പോഴേക്കും താങ്ക്സ് ആർത്തി എന്നവനും പറയാണ്. അപ്പോഴേക്കും സുധീഷ് ഓടിക്കതച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. പോയില്ലല്ലേ, ഒരോട്ടം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ വന്നതാ എന്നവൻ പറയുമ്പോൾ എന്തിന് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. നിധിയെ ഡ്രോപ്പ് ചെയ്യണ്ടേ എന്നവൻ പറയുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എന്തിനാ, ജോലി കഴിഞ്ഞിട്ട് വരുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ അയ്യോ ജോലി കഴിഞ്ഞിട്ടൊന്നുമല്ല, ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. തൻ്റെ വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഇത്രയും നേരത്തെയോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. സുധീഷും ഒരു ചമ്മലോടെ അവരെ നോക്കി നിൽപ്പാണ്. ഞാനും നികേഷും കൂടി ബസ്സിലാണ് പോകുന്നേ എന്ന് നിധി പറയുമ്പോൾ ബസ്സിലോ, അതെന്തിന്, അതെന്തായാലും വേണ്ട എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് സുധീഷാണോ തീരുമാനിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്കെന്നും സുധീഷിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല നിധി, എന്നും കൊണ്ടുവരുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എന്ന് സുധീഷ് പറയും. അപ്പോൾ സ്വന്തമായി ജോലിക്കൊന്നും പോണ്ടേ, എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നടന്നാൽ മതിയോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അല്ല അതിൻ്റെ ഇടയിലെങ്ങനെ വരാലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത്ര കഷ്ടപ്പെടുന്നു വേണ്ട, എനിക്ക് തനിയെ ജോലിക്ക് പോയി ശീലിക്കണം എന്ന് നിധി പറയുമ്പോൾ അല്ല നിധി, അറിയാത്ത സ്ഥലമല്ലേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഉഗാണ്ടയൊന്നല്ലല്ലോ, കേരളം തന്നെയല്ലേ, മലയാളം തന്നെയല്ലേ തിരുവനന്തപുരത്തെയും ഭാഷ എന്നൊക്കെ നിധി ചോദിക്കുന്നത് കേട്ട് നികേഷും ഒരു ചിരിയോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. സംശയം വല്ലതുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് നിധി ചോദിക്കുമ്പോൾ കോളേജിൽ പോകുമ്പോൾ വരെ ഒന്ന് കൂട്ടാത്ത ആളാ എന്ന് നികേഷും പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടാന്നാ വിചാരിച്ചേ എന്ന് സുധീഷ് പറയുമ്പോൾ വേണ്ട ഞങ്ങൾ തനിയെ പൊക്കോളാം എന്ന് നികേഷ് പറയുമ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യാണല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, എനിക്ക് തനിച്ച് പോയി ശീലിക്കണ്ടേ എന്ന് നിധി പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷും അവൾക്കുള്ള ലഞ്ച് ബോക്സുമായി അങ്ങോട്ട് വരുന്നുണ്ട്.
സുഭാഷ് ഏട്ടാ, ഞാൻ എന്തിനാ തിരുവനന്തപുരത്തേക്ക് വന്നേ? തനിയെ ജോലി ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും അല്ലേ? അവിടെ എൻ്റെ കൂടെ നടക്കാൻ എന്തിനാ ഒരാള് എന്ന് നിധി പറയുമ്പോഴേക്കും, എടാ അവൾ തനിയെ പോയി വന്ന് ശീലിക്കട്ടെ, അവൾക്ക് എപ്പോഴായാലും പഠിക്കേണ്ടതല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നികേഷ് നമുക്ക് പോവാൻ വാ എന്ന് നിധി പറയുമ്പോൾ ശരി വാ എന്ന് നികേഷ് സമ്മതിക്കുമ്പോഴേക്കും, സുഭാഷ് ഏട്ടാ ഒന്ന് പറ എന്ന് സുധീഷും പതിയെ സുഭാഷിനോടായി പറയുന്നുണ്ട്. സുഭാഷ് ഒന്നും മൈൻഡ് ചെയ്യാതെ നിധിയുടെ ലഞ്ച് ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അത് ബാഗിലേക്ക് വെച്ച് സുഭാഷ് ഏട്ടാ ബൈ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴേക്കും, സുഭാഷ് ഏട്ടാ ഒന്ന് പറയ് എന്നൊക്കെ സുഭാഷിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉമ്മർത്തെത്തിയ നിധിയും അവിടെ കട്ടിലിരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കുന്നുണ്ട്. അച്ഛനും അവളെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും, പോയി വരാം സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് അവൾ നികേഷിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അവർ രണ്ടുപേരും നടന്നു പോകുന്നത് കണ്ട്, എൻ്റെ സുഭാഷ് ഏട്ടാ അവൾ പോകുന്നു എന്ന് പറയുമ്പോൾ, പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് അവളെ വിടാണോ വേണ്ടത്? സുധീഷ് കൊണ്ടുവിടും എന്നൊന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ, എടാ ആ കുട്ടിയല്ലേ തനിയെ പോയി ശീലിക്കണം, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞത്, അവൾ തനിയെ പോയി വരട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷും അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട്, എൻ്റെ സുഭാഷ് ഏട്ടാ എനിക്ക് അവളോട് തനിയെ സംസാരിക്കാൻ കിട്ടുന്ന ആകെയുള്ള സമയം ഈ കാറിൽ പോകുമ്പോഴാ. ഇവിടെ വീട്ടിലാണെങ്കിൽ ഒന്നെങ്കിൽ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ ആ നികേഷ് ഏട്ടത്തിയെന്നും വിളിച്ച് അവളെ ഇങ്ങോട്ട്. അവൾക്ക് ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ ഇപ്പൊ സംശയം തോന്നാൻ തുടങ്ങി എന്നവൻ പറയുമ്പോൾ, ആ സംശയം എനിക്കുണ്ടടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ആകെയുള്ളൊരു ചാൻസ് ആയിപ്പോ സമാധാനമായല്ലോ എന്നവൻ പറയുമ്പോൾ, ഓ ആയി എന്നും പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ഓഫീസിലെത്തിയ നിധിയും ഒരു പുതിയ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദിവ്യയുടെ ഫോണിലേക്ക് മോഹൻ എന്ന് പറഞ്ഞൊരു സാറ് വിളിച്ച്, നിധിയുടെ ഡിസൈനിങ് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദിവ്യ നിധിയുടെ അടുത്തേക്ക് വന്ന്, കഴിഞ്ഞില്ലേ മോഹൻ സാർ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, ദാ ഇപ്പൊ കഴിയും ഒരു 5 മിനിറ്റ് എന്നവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോഹൻ സാറിന്റെ അടുത്തേക്ക് പോവാണ്. മോഹൻ അല്പം ദേഷ്യത്തോടെ, എന്താ ഇത്ര ലേറ്റ്, ഒരു ഡിസൈൻ വരക്കാൻ ഇത്രയും സമയം വേണോ എന്ന് ചോദിക്കുമ്പോൾ, ആദ്യമായിട്ടല്ലേ സാർ പെർഫെക്റ്റ് ആവണ്ടേ എന്ന് നിധിയും പറയുന്നുണ്ട്. അയാളും അവളുടെ ഡിസൈൻ നോക്കിക്കൊണ്ട്, ഓ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ദിവ്യയും, നിധി ഗോൾഡ് മെഡലിസ്റ്റ് ആണ് സർ എന്ന് പറയുന്നുണ്ട്. ആണോ? എന്നിട്ട് അതിന്റെ ഗുണമൊന്നും ഡിസൈനിൽ കാണുന്നില്ലല്ലോ, ഒരു മോളുടെ ഡിസൈനല്ലേ ചെയ്യാൻ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്തു വെച്ചേക്കുന്നേ? എമർജൻസി എക്സിറ്റ് എവിടെ? അത് ഇതിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ മോഹൻ സാർ ചോദിക്കുമ്പോൾ, സോറി സാർ എന്ന് നിധിയും പറയുന്നുണ്ട്. സോറിയോ? ഇതെങ്ങനെ ഒരു ക്ലയന്റിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റും എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അതിനിത് ക്ലയന്റിന് കൊടുക്കാനുള്ളതല്ലല്ലോ സാർ, നിധിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ലേ എന്ന് ദിവ്യയും ചോദിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആവണ്ടേന്ന് നിധി തന്നെയല്ലേ എന്നോട് ചോദിച്ചേ എന്നയാൾ പറയുമ്പോൾ, സോറി സാർ ഞാൻ മാറ്റി വരച്ചോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. ഹേ ഇറ്റ്സ് ഓക്കെ, നോ ഹേർട്ട്ലി ഫീലിംഗ് എന്നയാൾ പറഞ്ഞുകൊണ്ട് ആ ഡിസൈൻ നിധിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്ത്, പോയി കറക്റ്റ് ചെയ് എന്നയാൾ പറയുന്നുണ്ട്. നിധിയും ശരി സാർ എന്നും പറഞ്ഞ് ഡിസൈനും എടുത്ത് പോകുമ്പോഴേക്കും സുഭാഷിന്റെ വീട്ടിൽ സുഭാഷിന്റെ പണിക്കാരൻ ഭയ്യ മറ്റു 2 പണിക്കാരെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുഭാഷും അവരുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, ആ ഭയ്യ മണലൊക്കെ ബാക്ക് സൈഡിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, സിമെന്റ് എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, സിമെന്റ് എടുത്തിട്ടുണ്ട്, ടൈലും എടുത്തു എന്നയാളും പറയുന്നുണ്ട്. അവിനാശ് വണ്ടിയിലേക്ക് നോക്കി പണിക്കോരോടായി, എടാ ആ സിമെന്റും ടൈലൊക്കെ ഒന്ന് ഇറക്കി വെക്ക് എന്ന് പറയുമ്പോഴേക്കും സുധീഷും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ ഇതെന്താ പണിക്കാരൊക്കെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ, സുഭാഷും, എടാ ആ ബാത്റൂമിന്റെ പണിയില്ലേ അതങ്ങ് ചെയ്തേക്കാം എന്ന് കരുതി എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും സന്തോഷത്തോടെ ബയ്യോടായി, ആ ബയ്യ പിന്നെ ബാത്റൂം നല്ല ക്ലീൻ ആയിരിക്കണം, ഷവറും യൂറോപ്യൻ ക്ലോസറ്റും ഫോസറ്റും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോഴേക്കും, എടാ അങ്ങനെ തന്നെയാടാ ചെയ്യുന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും തുണി അലക്കി ഉണങ്ങാനിടായിരുന്ന അച്ഛനും അവരെ വിളിച്ച് പറയുന്നുണ്ട്, എടാ സുഭാഷേ ആ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്, 1 മാസം കഴിഞ്ഞാൽ മഴ ഇങ്ങ് വരും, അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്, എത്ര നാളെന്ന് വെച്ചാൽ ടാർപ്പായ കെട്ടി ചോർച്ച മാറ്റുന്നത്, ആ പെണ്ണ് കിടക്കുന്ന മുറി മഴ വന്നാൽ ആകെ കൊളാവേ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, ഓ അത് ശരിയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതും ഇതിന്റെ കൂടെ തീർക്കുന്നുണ്ട് അച്ഛ എന്ന് സുഭാഷ് പറയുമ്പോൾ, ഓ അത് നല്ല കാര്യം എന്ന് അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വരുന്നത് കണ്ട്, എടാ നിനക്ക് ഇന്ന് പണിയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഇവിടെ പണി നടക്കുന്നതല്ലേ, ഇവിടെ ഒന്ന് വന്നിട്ട് പോയേക്കാം എന്ന് കരുതി എന്ന് പറയുമ്പോഴേക്കും അവിനാശു അങ്ങോട്ട് വന്ന്, ഞങ്ങളെ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി, വല്യച്ഛനെ കണ്ടു, എവിടെയാ പണി എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയാന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ട് ബെസ്റ്റ് എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്നിട്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പയ്യയും പറയുന്നുണ്ട്. ശരി എന്നാ പിന്നെ നിങ്ങൾ പോയി പണി തുടങ്ങിക്കോ, 2 പേര് ഈ ഓടൊന്നു മാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവരെ പറഞ്ഞു വിട്ട് സുധീഷിനോടായി, എടാ വല്യച്ഛൻ ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, വന്നാൽ ആ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഹേയ് സുനന്ദയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും അയഞ്ഞ മട്ടുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ, ഏയ് അതൊന്നുമല്ലടാ, ഇവിടെ എന്തെങ്കിലും നടക്കുന്നത് കണ്ടാ അപ്പോൾ അവര് തടസ്സമായിട്ട് വരും, നീ നോക്കിക്കോ എന്ന് സുധീഷ് പറയുമ്പോൾ, എന്തായാലും അതപ്പം നോക്കാം, ഇപ്പൊ നിങ്ങൾ വാ എന്നും പറഞ്ഞു സുഭാഷ് അവർ 2 പേരെയും കൂട്ടി പുറകുവശത്ത് അവിനാശ് പണി തുടങ്ങുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന്, ഭയ്യ ഞാനും കൂടാം എന്ന് പറയുമ്പോൾ, വേണ്ട സുഭാഷ് ഏട്ടാ ഇത് ചെറിയ പണിയല്ലേ ഞങ്ങൾ ചെയ്തോളാം എന്ന് അവിനാശും പറയുന്നുണ്ട്.
അതെ, ഇന്ന് തറ പരിക്കനിട്ട് ആ ഓടിന്റെ പണി കൂടി ഒന്ന് തീർത്താൽ മതി. പ്ലംബറുടെ പണി കഴിഞ്ഞിട്ട് ടൈലൊട്ടിക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ അവിനാശും അത് സമ്മതിക്കുന്നുണ്ട്. അതിനെത്ര ദിവസം എടുക്കും സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടേടാ, വേറൊരു സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നോളും എന്ന് സുഭാഷും പറയാണ്. അപ്പോഴേക്കും ലളിതയും ഗംഗാധരനും ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഭാസ്കരനും ഉമ്മർത്തിരിക്കുന്ന തന്റെ ചാരുകസേരയിൽ ഒന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും വരവ്. എങ്ങോട്ടാ എങ്ങോട്ടാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും മുറ്റത്ത് ഓട് മാറ്റിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെ കണ്ട് ഗംഗാധരനും ലളിതയും എടാ താഴെ ഇറങ്ങടാ എന്നവരോടായി പറയുന്നുണ്ട്. അത് കേട്ട് പണിക്കാരൻ അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങാൻ എന്ന് ലളിതയും വിളിച്ചു പറയുന്നുണ്ട്. അയാൾ മെല്ലെ ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ എടാ പറഞ്ഞ പണി മുഴുവൻ ചെയ്യാതെ ഇറങ്ങിയാ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും എന്നയാളോടായി പറയാണ്. നീ എന്താടാ ഇവിടെ കാണിക്കുന്നേ, എന്താ കാണിക്കുന്നേന്ന് എന്ന് ഗംഗാധരൻ ദേഷ്യത്തോടെ പണിക്കാരനോട് ചോദിക്കുമ്പോഴേക്കും എന്താ ബഗാസറിനും പൂതനയ്ക്കും കണ്ണിന് തിമിരം വന്നോ? എന്റെ വീടിന്റെ പൊട്ടിയ ഓടുകൾ മാറ്റുകയാ, പിന്നെ പുറകിൽ ഒരു വലിയ കക്കൂസ് പണിയുന്നു എന്ന് ഭാസ്കരൻ പറയുമ്പോ കക്കൂസ് പണിയുന്നോ എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഭാസ്കരനും എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ, അവിടെയൊന്നും അങ്ങനെയല്ലേ പറയുന്നേ എന്ന് ചോദിക്കുമ്പോ നിനക്കെന്താ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ എന്ന് ഗംഗാധരനും പണിക്കാരനോടായി ചോദിക്കുന്നുണ്ട്. മനസ്സിലാവാതിരിക്കാൻ അയാൾ ബംഗാളിയൊന്നല്ലല്ലോ, മലയാളിയല്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും ശബ്ദം കേട്ട് സുഭാഷും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. കയ്യോടെ ഇത് നിർത്തിയിട്ടേ കാര്യമുള്ളൂ, വാടി എന്ന് ലളിതയോടായി ഗംഗാധരൻ പറയുമ്പോഴേക്കും ഭാസ്കരനും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒരടി വെച്ചാലുണ്ടല്ലോ ഒരടി എന്നയാൾ ദേഷ്യത്തോടെ പറയുമ്പോൾ ഗംഗാധരനും എടാ ഈ വീട്ടിലൊരു പണിയും ചെയ്തുകൂടാന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്താ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളത് ചെയ്യാനേ, ഇത് സ്വന്തം വീടായിരിക്കണം എന്ന് ലളിത പറയുമ്പോഴേക്കും എടി ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്ന എൻ്റെ സ്വന്തം വീട് തന്നെയാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഈ വീട്ടിലൊരു പണിയും ചെയ്യാൻ പാടില്ലെന്ന് കോടതി വിധിയുള്ളതല്ലേ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ എൻ്റെ പൊന്നു വലിച്ച ഞങ്ങളിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല, ഒരു ബാത്റൂം ഉണ്ടാക്കുന്നു, പിന്നെ ഈ പൊട്ടിയ ഓടക്കൊന്ന് മാറ്റുന്നു, മഴയല്ലേ വരുന്നത്, അത്രേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുമ്പോൾ അത്രേ ഉള്ളൂന്നോ, ഇപ്പോഴുള്ള ബാത്റൂം പോരാഞ്ഞിട്ട് വീണ്ടും ഒരു ബാത്റൂം കെട്ടുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇപ്പോഴുള്ള ബാത്റൂം എൻ്റെ ഭാര്യയ്ക്ക് പോരാ, അതുകൊണ്ട് അവൾക്ക് പുതിയൊരു ബാത്റൂം കെട്ടുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ ഓഹോ അപ്പൊ നിന്റെ ഭാര്യയ്ക്ക് കിടപ്പ് മുറി പോരാന്ന് തോന്നിയാ അതും ഉണ്ടാക്കോ എന്ന് ലളിത ചോദിക്കുമ്പോൾ ചിലപ്പോ അതും ഉണ്ടാക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്താടാ പറയുന്നേ, കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നോ, കയ്യോടെ പൊക്കി അകത്തിടണോ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ എടാ എന്ന് വിളിച്ചുകൊണ്ട് ഭാസ്കരൻ പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. അകത്തേക്ക് ചെല്ലുന്നത് വേണമെങ്കിൽ മനുഷ്യനെ വേണ്ടാന്ന് വയ്ക്കാം, പക്ഷേ പുറത്തേക്ക് വരുന്നത് തടയാൻ ആർക്കും കഴിയില്ല, അതുകൊണ്ട് ഒന്നിനും രണ്ടിനും പോകുന്നത് ഒരു കോടതിയും തടയില്ല. ജഡ്ജിയമ്മമാര് വരെ ജോലിക്കിടയിൽ മൂത്രമൊഴിക്കാൻ പോവാറില്ലേ എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് ശ്രദ്ധിക്കാതെ പണിക്കാരനോടായി എടാ നിർത്താനാ പറഞ്ഞേ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ നിർത്തിയാലുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കാലി ഞാൻ തല്ലിയോടിക്കും എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് സുഭാഷും വലിച്ച ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഒരു മഴ വന്നാൽ ഈ വീട് മുഴുവൻ വെള്ളമായിരിക്കും, അതുകൊണ്ടാ ഈ ഓടും മോന്തായൊക്കെ ഒന്ന് മാറ്റുന്നേ, ഒന്ന് പറയുന്നത് മനസ്സിലാക്ക് എന്ന് പറയുമ്പോൾ വീണോട്ടെടാ അതിന് ഞങ്ങൾക്ക് എന്താ എന്ന് ദേഷ്യത്തോടെ ലളിത പറയുമ്പോൾ അവളെ നോക്കി നിൽക്കുന്ന ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങൾ